ചേട്ടാ 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 To be honest, to work with Mohan Babu sir is not that easy. He's a hot-tempered person. അത് പാവം മാതിരി എടുക്കും ഭയങ്കര അതൊക്കെ ഇടിക്കുക അടിക്കുകയൊക്കെ ചെയ്യും. പറയാണ് വൺ ഓഫ് ദ സ്ട്രേഞ്ചസ്റ്റ് പേഴ്സൺ ഐ സീൻ. 560 സിനിമ ചെയ്ത ഒരാളാണ് എന്റെ അടുത്തൊരു സിനിമ തരുന്നത്. അത് വില്ലനായിട്ട് അഭിനയിക്കും. സാർ നീങ്ക ഹീറോ നാമില്ല. കണ്ണപ്പ എന്ന തെലുങ്ക് പാൻ ഇന്ത്യ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്. കേരളത്തിലെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ മിക്കവരും പങ്കെടുത്തു. മോഹൻലാൽ ആയിരുന്നു ഇതിനായി മുന്നിൽ നിന്നത്. മോഹൻലാലും ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. സൗഹൃദങ്ങളുടെ പേരിൽ മോഹൻലാൽ പലരുടെയും സിനിമകളിൽ അഭിനയിക്കുന്നത് ആരാധകർക്ക് എപ്പോഴും പഴി പറയാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സൗഹൃദങ്ങളുടെ പേരിൽ മോഹൻലാൽ എത്തിയ സിനിമകളിൽ അത്ര ഗംഭീര റോളൊന്നുമല്ല അദ്ദേഹത്തിന് കിട്ടിയത് എന്നതുകൊണ്ടാണ് പ്രേക്ഷകരും ആരാധകരും ഒക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഗംഭീര റോൾ കൊടുത്താലോ? അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുകയാണ് കണ്ണപ്പ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ റോള് തന്നെ. ഇന്നത്തെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായി ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ ടീസറിന് കിട്ടിയ ആ മോശം അഭിപ്രായത്തെ മാറ്റി നിർത്തിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരു ഗംഭീര ട്രെയിലർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രേക്ഷകർ അഭിപ്രായം പറയുന്നത് ലാലേട്ടൻ, പ്രഭാസ് എന്നിവരെ മികച്ചതായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ടീസർ പോലെ അല്ല ട്രെയിലർ എന്ന് അവർ എടുത്തു തന്നെ പറയുന്നു. ടീസർ വന്നപ്പോൾ ശരിക്കും പഴി കേട്ടിരുന്നു. അതൊരു സീരിയൽ ടൈപ്പ് ആയിരുന്നു പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായത്. മലയാളി പ്രേക്ഷകരാണ് ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടതിന് ശേഷം വലിയ വിമർശനം ഉന്നയിച്ചത്. എന്നാൽ ട്രെയിലറിൽ അതെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ഗംഭീരമായ വിഷ്വൽസും അതിനനുസരിച്ചുള്ള DAയും ഗ്രാഫിക്സും ഒക്കെ മികച്ചായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോരായ്മ മാത്രം അവർ എടുത്തു പറഞ്ഞു, ഡബ്ബിങ്ങിനെ കുറിച്ച്. മലയാളത്തിന്റെ ഡബ്ബിങ് അത്ര അങ്ങോട്ട് സുഖിച്ചിട്ടില്ല. ബാഹുബലിയൊക്കെ പോലെ ഗംഭീര ഡബ്ബിംഗ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഡബ്ബിങ്ങിൽ ചെറിയ പാളിച്ച ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ സിനിമ മുഴുവനായി കണ്ടു കഴിയുമ്പോഴേ ഇതൊക്കെ കറക്റ്റായി കിട്ടുകയുള്ളൂ. എന്നിരുന്നാലും ട്രെയിലർ പ്രോമിസിംഗ് ആണ്. മോഹൻലാലിന്റെ റോളും വളരെ കുറച്ചേ ഉള്ളൂ എന്നതും അവർ എടുത്തു പറയുന്നുണ്ട്. ഏതാണ്ട് 15 മിനിറ്റ് ദൈർഘ്യമുള്ള മോഹൻലാലിന്റെ ക്യാമിയോ ആണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. അതിന്റെ ചെറിയ ഗ്ലിംസ് ഒക്കെ ട്രെയിലറിൽ കാണിച്ചു പോകുന്നുണ്ട്. മലയാളി ആരാധകർക്ക് വേണ്ടിയുള്ള ചെറിയ സംഭവങ്ങൾ. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസും ഈ ചിത്രത്തിന്റെ ഭാഗമാണെന്നും ട്രെയിലർ കാണിച്ചു തരുന്നു. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് മോഹൻലാലിന്റെ സുഹൃത്തു കൂടിയായ മോഹൻ ബാബു വന്നപ്പോൾ മോഹൻലാൽ എണീറ്റുപോയി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതും മോഹൻ ബാബുവിന്റെ മകൻ വിഷ്ണു മഞ്ജു മോഹൻലാലിന്റെ കാല് തൊട്ട് വണങ്ങുന്നതുമൊക്കെ ഇപ്പോൾ ആരാധക പേജിൽ വൈറലാകുന്ന വീഡിയോകളാണ്. തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജു നായകനെത്തുന്ന പുതിയ ചിത്രം കണ്ണപ്പ പാൻ ഇന്ത്യൻ റിലീസിനൊരുങ്ങിയാണ്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ എന്നിവർ ചിത്രത്തിൽ ക്യാമിയോ റോളുകളിൽ എത്തുന്നുണ്ട്. വമ്പൻ ബജറ്റിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആകും സിനിമ എന്ന സൂചന തന്നെയാണ് ട്രെയിലറും നൽകുന്നത്. മോഹൻലാലിനെയും പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെതായി നേരത്തെ പുറത്തു വന്ന ടീസറിൽ നിന്നും ട്രെയിലർ മികച്ചു നിൽക്കുന്നു എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ ധാരാളമായി വന്നു കഴിഞ്ഞു. കൊച്ചിയിൽ വെച്ചാണ് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. മോഹൻലാലും പ്രസ് മീറ്റിൽ പങ്കെടുത്തിരുന്നു. ചിത്രത്തിന്റെ കേരള വിതരണം നിർവഹിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ്. മുകേഷ് കുമാർ സിംഗ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കണ്ണപ്പ 2025 ജൂൺ 27 ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ റിലീസാകും. കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ കണ്ണപ്പയിൽ അവതരിപ്പിക്കുന്നത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിൽ ചിത്രം നിർമ്മിക്കുന്നത്. ഇന്നേ ദിവസമാണ് മോഹൻലാൽ വെക്കേഷന് ശേഷം തിരിച്ചു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ വീഡിയോകളൊക്കെ പങ്കുവച്ചിരുന്നു എയർപോർട്ടിൽ നിന്നും മോഹൻലാലിന്റേതായി. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് മോഹൻലാൽ ഇന്നേ ദിവസം തന്നെ എത്തിയത്. കൂടാതെ ആശീർവാദ് വിതരണം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ് കണ്ണപ്പ. I want to act as a villain with you, please. Why villain? Why villain? തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. ആന്റണി